Mr. Arun called me for this project. Okay, even academically, it was a challenging project for us to think about because see, Laurie Baker was a reputed architect, work ചെയ്തൊരു അല്ലെങ്കിൽ ആ തീം ഫോളോ ചെയ്തൊരു colony where he is a legend in sustainability. To rethink that concept, you know. ശരിക്കും നമ്മൾ ഈ ഒരു വീട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ ഇതിന് വിൻഡോസ് ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശമൊക്കെ വരുന്നത്, കാരണം വിൻഡോസ് ഒന്നും കാണുന്നില്ലല്ലോ. Sustainability and when Arun spoke about it, even as architects, you know, we paused for a minute and we went back to the drawing board and എന്താണ് sustainability അല്ലെങ്കിൽ green എന്ന concepts-നെ പറ്റി we started re-looking into these ideas. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 1.5 വർഷം മുമ്പ്, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2020 ഡിസംബറിൽ നമ്മളൊരു ആർക്കിടെക്റ്റിനെ പരിചയപ്പെടുത്തിയിരുന്നു, ആർക്കിടെക്ട് രാഹുൽ നായർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ് നമ്മൾ ആ ഒരു വ്ളോഗിൽ പരിചയപ്പെടുത്തിയത്. നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ അടുത്തുള്ളൊരു വീടായിരുന്നു അത്. 4 സെൻറ്റിൽ 4 BHK 45 lakhs പുള്ളി തീർത്തു കൊടുത്തു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി അപ്രിസിയേഷൻ കിട്ടിയൊരു വ്ളോഗായിരുന്നു അത്. കാരണം 45 lakhs ഒരു 4 BHK ഒക്കെ തീർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അതൊരു വലിയ സംഭവമായിരുന്നു. മാത്രമല്ല നമുക്ക് ഒത്തിരി വ്യൂസും ഒത്തിരി റെക്കഗ്നീഷനും ഒക്കെ വന്ന ഒരു വ്ളോഗായിരുന്നു അത്. അപ്പോൾ 1.5 വർഷങ്ങൾക്ക് ഇപ്പുറം പുതിയൊരു വർക്കുമായിട്ട് രാഹുൽ നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഡിസൈൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വീട് തന്നെയാണോ, കാരണം ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ വീടുകൾ കണ്ടിട്ടില്ല. കാരണം കൂടുതലും ഇങ്ങനെ ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെയൊക്കെ ഒരു ഡിസൈൻസൊക്കെ എടുക്കാനും ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് പക്ഷേ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. നമ്മൾ സാധാരണ ചെയ്യുന്ന വീടുകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായൊരു വീടായിരുന്നു അത്. നമ്മളവിടെ ചെന്നപ്പോഴും നമുക്ക് കുറേ എന്താ പറയുക, കുറേ പ്രത്യേകതകൾ ഈ ഒരു വീട്ടിൽ കാണാൻ പറ്റി. അത് ശരിക്കും ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം IAS കോളനിയിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു വലിയ വീടാണ്. 7 സെൻറ്റിൽ 3300 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ രാഹുലിൻ്റെ വ്ളോഗ് അന്നിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതും ഒരു പ്രത്യേക ടൈപ്പ് ഡിസൈനായിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് ആ വ്ളോഗ് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തെ ഈ ഒരു വീടും അവർ നമ്മുടെ ഈ ഒരു വ്ളോഗ് കണ്ടതിന് ശേഷമാണ് രാഹുലിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനൊരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു വ്ളോഗിന് അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് കിട്ടിയതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഈ ഒരു വീടിനെക്കുറിച്ചും ഇവരുടെ അതിനുശേഷം ഇവർ ചെയ്തിരിക്കുന്ന വർക്ക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് രാഹുലിനെ നമ്മുടെ ഒരു വ്ളോഗിലേക്ക് വെൽക്കം ചെയ്യാം. ഹായ് രാഹുൽ, അപ്പോൾ വെൽക്കം ടു മൈ വ്ളോഗ് വൺസ് അഗെയിൻ. ഹായ് നിമി, താങ്ക് യു ഫോർ ഹാവിങ് അസ് ഹിയർ അഗൈൻ ആഫ്റ്റർ ഒരു ഇൻട്രസ്റ്റിംഗ് 1.5 years ശേഷം. ഇറ്റ്സ് ഗുഡ് ടു സിറ്റ് വിത്ത് യു അഗൈൻ ആൻഡ് ഹാവ് എ ചാറ്റ്. അപ്പോൾ രാഹുൽ, ശരിക്കും പറഞ്ഞാൽ 1.5 വർഷം അല്ലേ, 1.5 വർഷം വളരെ ഫാസ്റ്റായിട്ട് കടന്നുപോയി. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന രാഹുലിൽ നിന്ന് എനിക്കറിയാം ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ രാഹുൽ ചെയ്തു. വേറൊരു രീതിയിൽ രാഹുലിനെ തന്നെ പ്ലേസ് ചെയ്തു അല്ലേ. ഒരുപാട് വർക്ക്, പുതിയ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഇപ്പോൾ ഈ ഒരു 1.5 വർഷം ശരിക്കും എന്തൊക്കെയാണ് രാഹുലിൻ്റെ ഒരു കരിയറിലുണ്ടായ മാറ്റങ്ങൾ? ആക്ച്വലി നമ്മൾ ദ ലാസ്റ്റ് ടൈം വി മെറ്റ് വാസ് ഈ പീക്ക ബോക്സ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ആ ടൈമിൽ what we discussed was the need of the hour at that point was affordability എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. Then there was a sudden paradigm shift അല്ലേ. ഇപ്പം with this corona and the current situation, I think right now self-reliance എന്നൊരു കോൺസെപ്റ്റാണ് that we are focusing on, at least reliability in all terms, എല്ലാ രീതിയിലും. അത് നമ്മുടെ and we are trying to explore it through different mediums, commercial projects ആണെങ്കിലും city level projects ആണെങ്കിലും housing-ലാണെങ്കിലും. And that is what this 1 year period has helped us also become more self-reliant as an industry, by changing the way we do business also. അപ്പം അതാണ് ഈ ഒരു 1 yearൻ്റെ ഒരു മെയിനായിട്ട് ഒരു കോർ മാറ്റർ ഓഫ് ഇറ്റ് ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്ളോഗ് ഇട്ടിട്ട് രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരുപാട് കോൾസ് വന്നു, പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വിളിച്ചു അല്ലേ. ആക്ച്വലി ഇത് that helped us mature to the market much faster actually. ആ ഒരു പ്രൊജക്റ്റിന് ശേഷം it was a new experience to have so many people recognize
this project. And see, ഇതൊരു ചെറിയൊരു project ആയിരുന്നു. It's an experimental project done in a tier 2 city, but the idea behind it, അതിന് ഇത്ര relevance ഉണ്ടെന്ന് so many countries, you know, UK, Ireland, New Zealand, Middle East, of course, ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന്, a lot of these areas people called and, you know, helped us understand things much quicker than it would have taken us normally. So that also really fastened our, you know, shift in perspective ഈ സമയത്ത്. യെസ്, നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ വീട്, അതായത് നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്ത് ചെയ്തൊരു വീട് അല്ലേ, അതും ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വ്ളോഗ് ചെയ്ത് നമ്മുടെ ഒരു വ്യൂവേഴ്സിനെ അറിയിക്കണം എന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ആ വീട്ടിലും ചെയ്തിരിക്കുന്നത്. 7 സെന്റിൽ 3300 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു ആ ഒരു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റ്? This project also actually was one of the calls that came after this Pick a Box project. So already they had an idea of, you know, what kind of architecture we do and all that. But that project had a very interesting story to it. A client and a site in the background was very interesting. Vattiyurkavali IAS colony nu paranjal, many years ago a group of young IAS officers, when they picked up that society or formed that colony, അതിൻ്റെ ഡെവലപ്പർ അത് കൊടുത്തിരുന്നത് അന്നത്തെ കാലത്ത് റിനോൺഡ് ആയിട്ടൊരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നു, ലോറി ബേക്കർ. ഇറ്റ്സ് നോൺ ആസ് എ ഗാന്ധി ഓഫ് ആർക്കിടെക്ചർ ആക്ച്വലി. സസ്റ്റൈനബിലിറ്റി എന്നീ, യുനോ, എഫിഷ്യൻസി എന്നീ ക്വാളിറ്റീസ് ഒക്കെ വളരെയധികം എടുത്ത് കാണിച്ചൊരു ആർക്കിടെക്ട് ആയിരുന്നു അദ്ദേഹം. അപ്പം ട്രിവാൻഡ്രത്ത്, വേർ ഇറ്റ്സ് ഇസ് ഹോം ടൗൺ ടെക്നിക്കലി, അങ്ങനെ ഒരു ലൊക്കേഷനിൽ വട്ടിയൂർക്കാവ് പോലൊരു സ്ഥലം ആൻഡ് IAS കോളനി വേർ കംപ്ലീറ്റ്ലി ഓൾ ദ ഹൗസസ് ആർ ഡൺ ബൈ ഹിം. അവിടുത്തെ എല്ലാ വീടുകളും ചെയ്തിരിക്കുന്നത് ലോറി ബേക്കർ ആയിരുന്നു. മെനി ഇയേഴ്സ് അഗോ ആ സമയത്ത് there were no compound walls in that colony. It was fruiting trees. So it was a whole different mindset at that time that he tried to implement. ഇപ്പോഴും, you know, almost 100 years, around about 1900s ആയിരുന്നു his period. Now it's 2000s. You know, decade has more than 100 years has passed by literally. പക്ഷേ this project actually, when the client came to us, he was also quite a reserved person with an interesting outlook towards life. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. He was just trying to think, you know, in a society that was completely filled by one set of a mind. He wanted to take a small diverse route and see how that experiment would be. It's a sort of living, experimental living എന്ന് പറയുന്ന പോലെ. Actually ആ പ്രോജക്റ്റിൻ്റെ പേരും, ഇറ്റ്സ് ആക്ച്വലി വാൾഡൻ എന്ന് പറഞ്ഞൊരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ആ പ്രോജക്റ്റിൻ്റെ പേര് തന്നെ. വാൾഡൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ലൈഫ് സ്റ്റോറി ഓഫ് ഹെൻറി ഡേവിഡ് തോറോ, ഒരു അമേരിക്കൻ നാച്ചുറലിസ്റ്റ്. സോ 2 years ഹീ സ്പെൻഡ് ഹിസ് ലൈഫ് വാൾഡൻ എന്ന് പറഞ്ഞൊരു പോണ്ടിന് ഹീ ലിവ്ഡ് ഹിസ് ലൈഫ് ആസ് എൻ എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ അണ്ടർലൈങ് ബേസിസ് എന്ന് വെച്ചാൽ he believed that നമ്മുടെ society nowadays, you know, this 9 to 5 job and അതുമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സും ആൻഡ് ഓൾ ദീസ് തിങ്സ് ആർ കോൺസിക്വൻസസ് ഓഫ് അവർ ചോയ്സസ്. നമ്മുടെ ചോയ്സസിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് നമ്മൾ ഈ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ ജീവിക്കുന്നതിൻ്റെ റിസൾട്ട് കൊണ്ടുവരുന്നത്. ആൻഡ് ദർ ആർ അതർ വേസ് ടു ലിവ് എന്നുള്ളൊരു പോയിന്റിനെ പറ്റി ഫോക്കസ് ചെയ്യാനായിട്ടാണ് വാൾഡൻ ആക്ച്വലി ടുക്ക് ദിസ് ട്രിപ്പ്. ആൻഡ് അവിടെ ഹീ ട്രൈ ടു ബിക്കം സെൽഫ് റിലയൻറ്റ് അഗൈൻ, ലൈക്ക് ഒരു കാട്ടിൽ സ്വന്തം മിനിമൽ റിസോഴ്സിൽ ജീവിക്കുമ്പോൾ ആളുടെ ഫസ്റ്റ് തീരുമാനം, everybody works 6 days and rest for 1 week, 1 day. So I will work for 1 day and rest for 6 days. Okay. So adilottulla, and how can he be self reliant with this step or this outlook എന്നതായിരുന്നു ആ സ്റ്റോറിയുടെ ഒരു തീം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോളനിയിൽ ഈ ഒരു പ്ലോട്ടിന്റെ കിടപ്പ് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ് അല്ലേ. നീളത്തിലൊരു പ്ലോട്ട്, അതിൽ നീളത്തിലൊരു വീട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡിസൈനിലേക്ക് എത്തിപ്പെട്ടത്? സോ ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആക്ച്വലി, ആ ലൊക്കേഷൻ. ദാറ്റ്സ് സം എൻട്രി ഓഫ് ദാറ്റ് കോളനി. അതൊരു ചെറിയൊരു ഹിലോക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. റോളിംഗ് ഹിൽസ് പോലെയാണ് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ടെറൈൻ ജനറലി. സോ അതിൻ്റെ ഒരു ടോപ്പ് ഓഫ് ദി ഹിൽ ആൻഡ് ഇതിങ്ങനെ ഇറ്റ് റോൾസ് ഡൗൺ. So it's an entrance, it's a gateway technically to that colony. പക്ഷേ ഇതിൻ്റെ രണ്ട് സൈഡിലും there were roads and as you said it was a narrow plot. So ഇതിൻ്റെ അകത്ത് കൺസ്ട്രക്ഷൻ പോസിബിൾ ആണോ എന്ന് തന്നെ was the first doubt that client had, you know. And then also on top of that, our length കൂടിയ side, that was roughly around 30 meters by 8 meters, totally disproportionate.
and southern wall ആയിരുന്നു that was the longest side. So it was the most hottest side of actual site also that was given to us. So it was pretty interesting to address these challenges, and ഇതിനോടുള്ളൊരു outlook ആണ് that gave that peculiar form to it, you know, which is one of a kind, because that was a one of a kind site actually. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എലിവേഷനിൽ നമ്മൾ എത്തിച്ചേർന്നത് അല്ലേ. ശരിക്കും നമ്മൾ ഈ ഒരു വീട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ ഇതിന് വിൻഡോസ് ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശമൊക്കെ വരുന്നത്, കാരണം വിൻഡോസ് ഒന്നും കാണുന്നില്ലല്ലോ. അപ്പം നമ്മൾ മറ്റേ നമ്മുടെ കാക്കനാട് വീടിന് നമ്മൾ കുറേ അങ്ങനത്തെ വിൻഡോസ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് ഇങ്ങനത്തെ ഈ ഒരു ഡിസൈൻ ശരിക്കും ക്ലയൻറ്റിൻ്റെ ഒരു ചോയ്സും കൂടി ആയിരുന്നോ? സോ സി ഇതിൻ്റെ അകത്ത് when Mr. Arun called me for this project, okay, even academically it was a challenging project for us to think about, because see, Laurie Baker was a reputed architect, work cheyidoru allengi aa theme follow cheyidoru oru colony where he is a legend in sustainability, to rethink that concept, you know. So sustainability, and when Arun spoke about it, even as architects, you know, we paused for a minute and we went back to the drawing board, and endana sustainability അല്ലെങ്കിൽ green എന്ന concepts-നെയൊക്കെ പറ്റി we started re-looking into these ideas. So actually when you think of it, see, ഞാൻ green അല്ലെങ്കിൽ ഒരു sustainable എന്ന് പറയുമ്പോൾ the first image that comes to your mind would be brick ഇട്ട, you know, വീടുകളും ഓടുള്ള, you know, ചെടികൾ and all these things. Even as architects, you know, that was what we thought it was. പക്ഷേ if you do an apple to apple comparison, see 1900s oddish ആയിരുന്നു Laurie Baker had this theme, right, and his philosophy towards architecture was sustainability, you know, using materials within a particular radius of the building, local procurement, and all these things were his main efficiency kutwa, were the things that he followed. But if you look at the concept, our philosophy in 2000 now, when the materials have changed, markets have changed, our image is what still remains as sustainable, but that concept is not sustainable anymore. Nammal apple to apple comparison edukam, okay. Now we used AAC blocks to do this building, and they have used mud blocks or bricks. Now brick in the concept eduthu nokkumbol thanne, you know, it takes 3 kilos of natural fertile soil to make one brick. Okay, just by pure function, sadhanam paniyanengil it takes 3 kilos of natural soil, and from there on it's a cycle of destruction actually. Nammal ee bricks use cheyumba thanne we need more than 14 to 15 bricks to form one AC block in the volume, and it's a lightweight, much lightweight compared to bricks. Brick in the compressive strength, how much amount of weight it takes എന്നുള്ളത് വെച്ച് നോക്കുമ്പോഴും it is much more stronger, you know, AAC blocks tend to be much more stronger. Now ഇതിൻ്റെ ഹീറ്റിൻ്റെ concept, that is U value എന്ന് പറയും, or transmission, you know, how much heat can go in and out. നമ്മൾ ഈ ബ്രിക്ക് ഇട്ട വീടുകളിൽ താമസിക്കുമ്പോൾ we think it is cool, but actually the U value അല്ലെങ്കിൽ ഇതിൻ്റെ transmission value for AAC is much more, because it's a porous surface, sponge പോലെ ഒരു surface ആണ്. So surface area കൂടുന്നതിനനുസരിച്ച് heat വലിച്ചെടുക്കുമ്പോൾ it takes more time to heat up the thing, so automatically it retains the temperature within the property. And bricks in water, in the use of water for construction is much more, and none of these bricks come from a factory properly. A machine cut aanengilum cheriya variations ullathu kaaranam lot of plastering is used to fix all these things. So all in all idu valare unsustainable aayittulla oru material aanu innathe kaalathu, which is why it is missing out, or slowly, you know, going away from the market. പണ്ട് Laurie Baker 50 kilometer റേഡിയസിൽ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്ത് പണിയണമെന്ന് പറയുമ്പോൾ actually nowadays നമ്മുടെ കേരളത്തിൽ you do not get bricks in 50 meter radius, but you definitely get tiles and AC bricks. So it's a real question of shift in perspective, you know, that in a year project, that is what helped us realize that sustainability എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട സമയം, you know, it's high time that we think about it, especially now with self-reliance as a big theme overall. അതെ, ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് രാഹുൽ പറഞ്ഞ പോലെ കുറേ ആളുകൾ വീടുകളിൽ കൃഷി തുടങ്ങി, ഉള്ള ചെറിയ ഏരിയാസിൽ ഇപ്പം
കിച്ചണിൻ്റെ ഒക്കെ അവിടെയാണെങ്കിലും മറ്റേ ടെറസിലാണെങ്കിലും കുറച്ച് ഏരിയാസിലൊക്കെ കൃഷി തുടങ്ങി. ഒരു സെൽഫ് സസ്റ്റൈനബിൾ ആയിരിക്കണേൻ്റെ ഒരുപാട് ആവശ്യം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ പല പ്രോജക്ട്സും ഇപ്പം പല വില്ലാ പ്രോജക്ട്സും തന്നെ ലോഞ്ച് ചെയ്യുമ്പോൾ അവരെല്ലാവരും ഈ ഒരു സെൽഫ് സസ്റ്റൈനബിൾ ആയിരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിൽ കൊണ്ടുവരാനായിട്ട് വരുന്നുണ്ട് ഓഫ് കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ക്ലയൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട് എനിക്ക് തോന്നുന്നു 7 സെൻറ്റാണ് അല്ലേ? 7 സെൻറ്റിന് 3300 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞൊരു വലിയൊരു വീടാണ് അല്ലേ? അത്യാവശ്യം എഫിഷ്യൻ്റ്ലി വി ഹാവ് യൂസ് എ സ്പേസ്. സി വാളിൻ്റെ ബുക്ക് എടുത്ത് നോക്കുവാണെങ്കിലും ദ തിങ്സ് ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി വെൻ യു ലുക്ക് അറ്റ് ലിവിങ് ആസ് എ സെൽഫ് റിലയൻറ്റ് സോഴ്സ്. അതിൽ ഫസ്റ്റ് തിങ് ദാറ്റ് ഹി ഡിഡ് ഇസ് ഹി റെഡ്യൂസ്ഡ് ഹിസ് ഡിപ്പെൻഡൻസി ഓൺ മണി ഫസ്റ്റ്. മണി എന്നൊരു കോൺസെപ്റ്റിനോടുള്ള ഡിപ്പെൻഡൻസി ആദ്യം കുറയ്ക്കുകയാണ് ചെയ്തത്. രണ്ടാമത് വാട്ട് ഹി ഡിഡ് ഇസ് unnecessary purchasing, buying unnecessary things. He stopped, reduced consumption of unnecessary things. Moonavathu, a simple step he took was he started farming in 2 acres of land around him. It kept him busy. And then with the time that he had left over, he read a lot, wrote poetry, walked around nature. So as a naturalist, his idea was that serious learning എന്ന് പറയുന്നത് നേച്ചറിലോടുള്ള ഒബ്സർവേഷനിൽ കൂടെ മാത്രമേ സീരിയസ് ലേണിംഗ് എന്ന ആക്ടിവിറ്റി നടക്കൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി. ആൻഡ് ദറ്റ് ഇസ് ട്രൂ ഇൻ ലോട്ട് ഓഫ് സെൻസസ് ആക്ച്വലി. സോ ഈ ഒരു തീമിനെ ഫോളോ ചെയ്യുമ്പോൾ വെൻ വി ട്രൈ ടു replicate the same model into a construction of a new age building, ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത പോയിന്റ്സ്. വൺ ഇസ് എനർജി എഫിഷ്യൻസി. ഇപ്പം ഗവൺമെൻറ്റ്സ് ഹാവ് സബ്സിഡീസ്. 3 കിലോവാട്ടിൻ്റെ ഇലക്ട്രിസിറ്റി വരെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന 1.5 lakhs is not a bad amount, and you are independent of electricity. There are rainwater harvesters and some tanks and bore wells that are provided to be independent with water in case, or at least lesser dependent on water, because vellam is a concept you have to depend on municipality for a certain amount, but at least reduce the dependency. In farming, we have focused on all our projects to focus on fruiting trees, so that it gives that it helps to start a conversation between the human and the plant, because nowadays if mikka landscapes nokiyalum, it's all these flowering trees and finger palms and all that. India പോലെ ഇത്ര റിച്ച് ആയിട്ടുള്ളൊരു ഫ്ലോറ ഉള്ളൊരു രാജ്യത്ത് I don't understand why we are not focusing on more of these natural flora, lot of fruiting trees. So these are the little steps that we try to implement into this house, and definitely the design strategies that we used, and then the technology that we have right now to make it more of a self-reliant system. Naale those if they don't have a job, they do not have to depend on income resources for basic standards such as food, electricity, and shelter. Liability koraka idokkana I think is the future to self-reliant housing any theme lo tovumbethekku. This is the focus that you should be having, I feel. അപ്പോൾ രാഹുൽ, ശരിക്കും പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു വീട്. എനിക്ക് തോന്നുന്നു നമ്മൾ ലിബിൻ്റെ വീട് ചെയ്തപ്പോൾ അത് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനും കോൺസെപ്റ്റും ഒക്കെ ആയിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ. അതുപോലെ ഇപ്പോൾ ഈ വീടും അരുണിൻ്റെ വീടാണെങ്കിലും ഒരു ഡിഫറെൻറ്റ് വീടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു മാസ്റ്റർ പീസ് തന്നെയാണ്. രാഹുലിൻ്റെ വർക്ക്സ് മറ്റ് വർക്കുകളിൽ നിന്ന് എടുത്തു നിൽക്കുന്ന ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ഈ ഒരു വീടും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു ദിവസം രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്തോ ഒരു കിച്ചനോസ്കോപ്പ് അല്ലേ, അങ്ങനെ എന്തോ ഒരു ചെറിയൊരു കോൺസെപ്റ്റ്. അപ്പം ഞാനത് അന്ന് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം എന്താ അറിയോ, നമ്മുടെ ഈ ഒരു വ്ളോഗ്സ് കാണുന്നവർക്ക് ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ത്രെഡോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ എന്തായിരുന്നു ആ ഒരു വർക്ക്? So Kitchenoscope and the client was a very interesting person, and again this is ഈ സെൽഫ് റിലയൻസ് എന്നൊരു തീമിൽ തന്നെ ഫോളോ ചെയ്യുന്നൊരു പ്രോജക്റ്റാണിതും. സോ കിച്ചനോസ്കോപ്പിൻ്റെ ക്ലയൻറ്റ് ഹി വാസ് എ പേഴ്സൺ ഹൂ വാസ് ഇൻ ദ ബിസിനസ് ഓഫ് മോഡുലർ കിച്ചൻസ്. ഓക്കെ. So he had traveled all around the world and done businesses, lived Middle East, Singapore, pala രാജ്യങ്ങളിൽ he had lived and done worn multiple hats. Pala type of businesses he has started and moved over. And so when he corona കഴിഞ്ഞതിന് ശേഷം when he was trying to start something new, he was having a fear of investing into another rental property. Rent code 20,000-30,000 rent code the office system setup ചെയ്ത്, and that deterred him from getting into business in the first place, because he had done so many things and he just got tired of the whole problem of setting up and losing it out.
And ippathe ee corona situation which nokumbo lot of people had enough time to understand something unique about themselves, and they started doing these small businesses. Actually a lot of businesses have popped up during this period actually. Very interesting pudiya businessugal, so many things, you know, and you never know like which one of it actually clicks, you know. And idine oru next step lotu konduvannerathu there are a lot of things that come into picture, like, you know, rent and maintenance and overheads and all these other things. So a lot of people pull back, you know. So kitchenoscope in the concept la അത് ഒരു ചെറിയൊരു മിറ്റം ഉണ്ടെങ്കിൽ വീടിൻ്റെ മിറ്റം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ് ഫോർ യു ടു ജനറേറ്റ് റവന്യൂ ജനറേറ്റിംഗ് പ്ലസ് യുനോ ബിസിനസ് റണ്ണിങ് സിസ്റ്റം അല്ലെങ്കിൽ സോഴ്സ്. അതായിരുന്നു നമ്മുടെ കോൺസെപ്റ്റ്. ഫോർ എക്സാമ്പിൾ മിറ്റമാണെങ്കിലോ അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എ ടെറസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, യു നീഡ് 2 components. One component is a commercial income generating system. Another one is a space to run your business. So these two systems are vendadu. So kitchenoscope in the case, I think 2 cents or something mittu undairunnu avarku. Adre ullu 2 centilana cheythathu. 2 that's I think, or even 1, I'm not even sure, like small space, you know. 300 square foot taade 300 square foot round about. So bottom he had enough space to see, it's a display kitchen. So our display kitchen then multi-function, lucky we made it into an office too, so that when somebody is passing by they get to see the kitchen and he actually gets to experience the kitchen. Somebody who comes in, they can touch and feel everything, you know. Adu kudade and auxiliary spaces okay, we converted to seating and dining and other, you know, tertiary services. And he was running his office, mittatana, right? So you save a lot of carbon footprint by reducing your travel, and you know, a lot of overheads get reduced just by having a property right in front of your house. And thottu merlo right above it, now there are multiple revenue generating sources too. One of them is Airbnb. Airbnb volathe oru modern, like you know, outlook towards traveling and living can be implemented. In the case what we had done is we had made a studio shack on top. ഒരു പാൻട്രി ഈ ഓഫീസിന്റെ മുകളിൽ ഒരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തു for a traveler to come stay a few weeks and go, and it generates enough amount of revenue. You know, you only need 20,000 rupees a month to manage. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ചെയ്യാനായിട്ട് roughly you will take 15 lakhs odd. അത്രേ ഉള്ളൂ അതിപ്പോൾ if you take a loan on it also, by having a revenue generating system that pays off the loan, and in a few years ഈ rent കൊടുക്കുമ്പോൾ it's dropping it in a pond, you know, it never comes back. You should make your money work for you. See, ingante architecture are systems of financial, they are financial vehicles of sorts, you know. So this is a system that helps you become self-reliant in a couple of years, helps you run your own business, and also makes you a landowner and a property owner in the same go. And what have you lost? Nothing. This same process we are still paying rent 20,000, but in this time it's in a different format, you know. So I think ഇങ്ങനത്തെ ടൈപ്പോളജീസ്, യുനോ, ഈ കൊറോണയ്ക്ക് ശേഷം ഓഫീസസ്, എവറി ഹൗസ് ഹാസ് ആൻ ഓഫീസ്. കാരണം കൂടുതൽ ആൾക്കാരും വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് തുടങ്ങി, എസ്പെഷ്യലി IT ആൾക്കാരെല്ലാവരും, അല്ലേ? എക്സാക്ട്ലി. സോ ഐ തിങ്ക് that ഈ ഒരു ടൈപ്പോളജി now is going to remain with us, you know. ഈ ഓഫീസ് is going to be a part of our life within our residential systems. Now you could also slowly start looking at an evolved version of that space. You know, ipo pudiyadayitte vanna concept and how can we further make use of it, you know, how can we distance our residential and private and commercial life, how to make more out of living at home, and you know, rely on yourself. But Dharavi, I don't know, I was telling you the other day, like Dharavi has a very interesting study. Adinte oru parameter metric ennu paranjittundaയിരുന്നെങ്കിൽ the least amount of carbon footprint generate ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് ധാരാവിയിലുള്ളത്. Why? Because ഇവരെല്ലാം ചെറിയ വീട്ടിലാണ് നിൽക്കുന്നത്. ചെറിയ വീടിൻ്റെ തൊട്ട് മുകളിൽ they have their workshop or whatever it is, you know. So they really don't have to get out to generate money. And which way they are an ideal society, because Kochi's carbon footprint is uncomparable to what these guys are doing versus their population. So it's also a call to really look into the metrics in which we think, you know, ഈ വാൾഡനും ഇതുപോലത്തെ കിച്ചനോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ്സിന്, it's first of all shifting the priorities, you know. Do you want to work 6 days or do you want to work 1 day? These are questions that, you know, I think are going to be the future things that future is going to actually focus on. പിന്നെ നമ്മൾ, എനിക്ക് തോന്നുന്നു നമുക്ക് റെസിഡൻസ് വർക്കും ഇപ്പം പല സ്ഥലത്തും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? രാഹുൽ ഒരു വർഷത്തിൽ ആകെ ഒരു 5-6 വർക്ക്, അല്ലേ? നമുക്ക് ആക്ച്വലി that is enough for us comfortably, you know.
doing these kind of things, people think it's not a profitable business, but not really. We are very comfortable. We had done a residence. For a bank manager, Puthankurishil was an NRI return. Arun is a software engineer. Then here and there we are doing a couple of houses, and that's pretty much enough, because even 5 clients are going to be there with us for the next 3 to 5 years. Yes. Because we have a system where we maintain the warranties, and even invest the money there. Maintenance and warranties are actually taken up through the next few years too. So we really can't afford to have so many people coming in, but pretty going well, not bad. അതുപോലെ എനിക്ക് തോന്നുന്നു രാഹുൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ എന്തോ ഒരു വർക്ക് ഒക്കെ ചെയ്തിട്ട് അല്ലേ, അതിനൊരു നല്ലൊരു അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയതായിട്ട് അറിഞ്ഞു. അത് actually it's called the Integrated Command, Control and Communication Center. Oh my god. IC4 എന്ന് പറയും. IC4 എന്ന് പറയുമ്പോൾ ലൈക്ക് റെഗുലർലി ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കൊച്ചി എന്നൊരു സിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് IC4. അതിൻ്റെ 3 steps വളരെ ക്രൂഡായിട്ട് പറയുകയാണെങ്കിൽ, 1 is to collect data, right, throughout the city. All hospitals, ambulances, police, fire, street lights, all these areas. And the next step എന്ന് പറഞ്ഞാൽ how to link this information. For example, ഒരു ആക്സിഡൻറ്റ് നടന്നു, immediately 16 seconds or 20 seconds the closest ambulance is reported. Police station, fire, എല്ലാവരും ഒരുമിച്ച് alerted ആണ്. So this becomes a one-point system for communication, right? So it started actually analyzing and using that information. ഇതിൻ്റെ 3rd stage എന്ന് പറയുന്നത്, ഇതിൻ്റെ future city plans develop ചെയ്യുമ്പോൾ you load that into the system, and it analyzes that system and say, for example, it predicts a junction where there are high chances of accidents based on the data it has collected previously. Okay. See, your accident avoid cheyumbozhanu it actually becomes a smart city. Okay. Right. The other one is a responsive city, but IC4 in the concept is truly going to turn the state into a smart source of monitoring or governance. ശരിക്കും പറഞ്ഞാൽ കൊച്ചി സിറ്റി കൺട്രോൾ ചെയ്യുന്നത്, Kochi city actually മാത്രമല്ല, like for example, one interesting story that came out in New York Times was that and a headline then, as India stumbles, one state charts its own COVID course. അതായത് നമ്മുടെ war rooms യൂസ് ചെയ്തിട്ട് when the entire country was short with oxygen, these control centers helped organize the beds and the amount of oxygen and balance it out in such a way that we were able to give back to other neighboring states which were in demand of oxygen. We were able to give, നമ്മളാണ് സപ്ലൈ ചെയ്തത്. നമ്മൾ സപ്ലൈ ചെയ്യാൻ പറ്റി. So see, just a bit of organization, now we have become a self-reliant system by definition, and we proved it during such a tough period. We proved it by giving it back to the rest of the people. So I think that is also an important, these kind of projects public does not know much about, these kind of explore these kind of things. അതിന്റെ മെയിൻ ആയിട്ട് ഡിസൈനിങ്ങും yes, അതിന്റെ design and supervision came under our scope. The chief minister inaugurated it, I think June 8th, and though he had inaugurated it last year. And for the past 1.5 years it has been monitoring the city, and it has been saving lives actually. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരും സെയിം വർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ now looking at that, actually this is India's first cloud-based city control center. 48 control centers on India. We have been selected as the top 5 in the country by Ministry of Urban and Housing Affairs. അവരാണ് ഇതിൻ്റെ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. Now we have been fortunate enough to be awarded the design bit of control center for Bangalore also. So that is also another sector that is coming up. It's a new typology that is coming up in the Indian market. It's a very futurist oriented city. I think Trivandrum is also going to be another tier 2 second round smart city, and these things will really accelerate the progress of the society together. Okay. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ അഗെയിൻ നമ്മുടെ രാഹുലിൻ്റെ പുതിയ കുറേ വർക്ക്സ് കണ്ടു, കുറേ ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ രാഹുലിൻ്റെ ഈ ഒരു വർക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നവർ, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വീടുകളൊക്കെയാണ് രാഹുലിന് ഇഷ്ടം ചെയ്യാനായിട്ട്, എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള വർക്ക്സൊക്കെയാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ വ്ളോഗിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യത്തെ വ്ളോഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ
എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഡിസൈൻ, ഇങ്ങനത്തെ കുറേ വെറൈറ്റി സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റും താമസിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതും അങ്ങനത്തെയുള്ള ആളുകൾക്കൊരു ഇൻസ്പിറേഷനാണ് ഈ ഒരു വർക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു രാഹുൽ. 1.5 വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ ഒരു വ്ളോഗിൽ തന്നെ ഈ ഒരു വീട് കാണിക്കാമെന്ന് വിചാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലത്തെ ഒരുപാട് വ്യത്യസ്തമായ വീടുകൾ ചെയ്യാം, നമുക്കതൊക്കെ വ്ളോഗ് ചെയ്യാം. നമുക്ക് എല്ലാവരെയും നമ്മുടെ വ്യൂവേഴ്സിനെയും. പക്ഷെ അതിൽ കുറേ നല്ല തോട്ട്സ് ഉണ്ട് കേട്ടോ, ഒരുപാട്. കാരണം ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഇനിയും നല്ല വർക്ക് രാഹുൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു മാം വൺസ് അഗൈൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നതിൽ. ആൻഡ് വിളിച്ച ഉടനെ you came and you were very prompt about it, and you are a real true supporter of these kind of ideas and spreading these sort of ideas. Hopefully even inganathe oru thought process, I hope it helps reach the right kind of people and maybe something comes out of it, ma'am. Thank you so much. Definitely. Thank you so much Rahul. for this opportunity.